നമസ്കാരം. ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഇന്ന് എൻ്റെ ഒപ്പിയിൽ ഒരു മോളും ഒരു അമ്മയും വന്നു. അമ്മ പുറത്ത് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുഞ്ഞിനിപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരിക്കാം ഈ കാര്യങ്ങൾ. അപ്പോൾ എനിക്കൊന്ന് അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അമ്മ പറയുന്നത്, കുഞ്ഞിന് 1 വയസ്സായി മാഡം, മുന്നേ ഒന്നും ഇല്ലാത്ത ബിഹേവിയറാണ് കുഞ്ഞിനിപ്പോൾ. അതായത് കുഞ്ഞ് പിണങ്ങിയിരിക്കുന്നുണ്ട്, മാത്രമല്ല ഫുഡൊന്നും കഴിക്കുന്നില്ല. ഞാൻ വന്നതിന് ശേഷമാണ് കുഞ്ഞ് ആഹാരം കഴിച്ച് തുടങ്ങിയത്. ഞാൻ പോയതിന് ശേഷം കുഞ്ഞിന് പെട്ടെന്ന് പനി വന്നു. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ന്യൂറോളജി അല്ലെങ്കിൽ സൈക്കോളജി കാണിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞു മക്കളുടെ മനസ്സ് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ അവരുടെ പാരൻസിൻ്റെ അടുത്താണ്, അച്ഛനോടും അമ്മയോടും ഒക്കെയാണ്. അപ്പോൾ ആദ്യം ഒരു 5, 6, 7, 8 മാസമൊക്കെ ഇവർക്ക് അധികമായിട്ടൊന്നും അറിയില്ല, ഒരു സെപ്പറേഷൻ അല്ലേ. അപ്പോൾ ഫുഡ് കൊടുക്കുന്നു, ഗ്രാൻഡ് പാരൻസ് ഫുഡ് കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾ കഴിക്കുന്നു. പിന്നെ അമ്മ 3-4 ദിവസം കൂടുമ്പോൾ വരും, അല്ലെങ്കിൽ മാസത്തിൽ 1-2 വട്ടം കുഞ്ഞിനെ കാണാനായിട്ട് വരും. ദാറ്റ്സ് ഓൾ. പക്ഷെ ഒരു കാര്യം, ഇവരുടെ ഇമോഷണൽ ഫീലിങ്സ് അത് ഓരോ ഏജിലും വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം, അവർക്ക് സങ്കടം വരാം, അവരുടെ കംഫർട്ട് സോൺ പോയി എന്നൊരു തോന്നൽ വരാം. ഈ ഒരു ഇമോഷണൽ ഫീലിങ്സ് എല്ലാം ഈ കുഞ്ഞുങ്ങളിൽ ഈ ഒരു 1 വയസ്സ്, 2-2.5 വയസ്സ് വരെ, അറ്റ്ലീസ്റ്റ് ഒരു 3 വയസ്സ് വരെയും കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ടും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ തോന്നിയില്ല എങ്കിലാണ് നമുക്കൊരു കൺസേൺ. എന്തുകൊണ്ട് അങ്ങനെ ഒരു നോർമൽ തോട്ട് തോന്നുന്നില്ല എന്നുള്ളത്. ഈ കുഞ്ഞ് പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്, പക്ഷേ അമ്മയെ കാണാനുള്ളത്, അതായത് അമ്മ വീഡിയോ കോൾ ചെയ്യും, പക്ഷെ ഈ കുഞ്ഞ് വീഡിയോ കോളിൽ അമ്മയോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അമ്മ നേരിട്ട് വന്ന സമയത്ത് കുഞ്ഞ് അമ്മയെ വിട്ട് മാറുന്നുമില്ല. എന്തുകൊണ്ടാണ്? കുഞ്ഞിൻ്റെ കംഫർട്ട് സോൺ കുഞ്ഞിൻ്റെ അമ്മയാണ് എന്നുള്ളത് കുഞ്ഞിൻ്റെ മൈൻഡിൽ ഉണ്ട് അല്ലേ. അപ്പം അമ്മയെ കാണുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻസ് കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ആ കുട്ടി കാണിക്കും അല്ലേ. അതുകൊണ്ടാണ് അമ്മയെ വിട്ട് മാറാത്തത്. അമ്മ ഫുഡ് കൊടുത്താലേ കഴിക്കുള്ളൂ. അമ്മ വന്ന ഉടനെ കുഞ്ഞിൻ്റെ പനിയും മാറി. എന്തുകൊണ്ടാണ്? ആ ഒരു മൈൻഡ് കംഫർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഗ്രൂപ്പ്, അതായത് ഈ ഒരു 1 വയസ്സ്, 2, 3 ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു ഏജ് ഗ്രൂപ്പാണ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന പോലെ തന്നെ അവരുടെ ഇമോഷൻസിനും വാല്യൂ ഉണ്ട്. കാരണം അവർ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തെറിയുന്ന ശീലം തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ ഉപദ്രവിക്കുന്ന ശീലം തുടങ്ങിയിട്ടുണ്ടാവും. മാത്രമല്ല നമ്മളോട് പിണങ്ങിയിരിക്കാൻ അവർ പഠിക്കും. ഇതെല്ലാം പ്ലേ സ്കൂളിലും കൂടെ, ഈ കുഞ്ഞ് പ്ലേ സ്കൂളിലും കൂടെ പോകുന്നുണ്ട്. അവിടെയും കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കുഞ്ഞ് ഇമിറ്റേറ്റ് ചെയ്യുന്നതാവാം. പക്ഷെ അത് നമ്മൾ കൺസേൺ ആവേണ്ട കാര്യമില്ല. കാരണം ഇവരുടെ ഏജ് ഗ്രൂപ്പ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കുക. ചാടിക്കയറി നമ്മളൊരു ഒപ്പീനിയൻ സൈക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണം, അല്ലെങ്കിൽ ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കണം. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇല്ല. നമ്മൾ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടൈം കൊടുക്കുക, അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക. ആ കുഞ്ഞിന് ഇപ്പോൾ ആവശ്യം അമ്മ ആ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. അമ്മ ആ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുക എന്നുള്ളത്, ചോറ് വാരി കൊടുക്കുക, അമ്മയുടെ കൂടെ ഇരിക്കുക, അമ്മയുടെ കൂടെ ഉറങ്ങുക എന്നുള്ളൊരു തോട്ട് മൈൻഡ് സെറ്റാണ് ആ കുഞ്ഞിന് ഇപ്പോൾ ഉള്ളത്. സോ ചിലപ്പോൾ പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുന്നത് അമ്മയും അച്ഛനും ആയിരിക്കാം. ചിലപ്പോൾ അത് ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് നമ്മൾ എന്താ പറയുക, കുഞ്ഞിന് വേറെ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. കാരണം കുഞ്ഞു മക്കൾ അങ്ങനെയാണ്. അവരുടെ ഏജ് ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കുക. ഓരോ ഏജ് ഗ്രൂപ്പിലും അവർക്ക് ഓരോ ബിഹേവിയർ ആയിരിക്കും, ഓരോ ക്യാരക്ടർ ചേഞ്ചസ് ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി അവരോടൊത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ജനറൽ അവയർനെസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ തന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം. ടാ.